നായിന്റെ മക്കളെ അല്ല മുട്ടാന്ന് വിരിഞ്ഞിട്ടില്ല മനുഷ്യനെ കളിയാക്കാൻ നടക്കുക. നമ്മുടെ അന്തരല്ലേ? അതെ. ഇന്ന് പള്ളിക്കൂടം ഇല്ലേ? ഉണ്ടല്ലോ. എങ്ങടാ അവനിങ്ങനെ പരക്കം പാഞ്ഞ് പോണേ? ഇനി വല്ല കല്യാണക്കോളം ഉണ്ടോ? നമ്മുടെ കുറുപ്പുമാഷിന്റെ വീട്ടിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് നേരത്തെ വന്നൂടെ? മനുഷ്യനെ ഇറങ്ങാറാക്കണം. സൈക്കിൾ തൊട്ടി ആളെ കാലിന്റെ മസിൽസ് കയറി. മാഷേ മാഷേ ആ മാഷ് അമ്പലത്തിൽ പോയി. അപ്പം ടീച്ചറോ? ഇന്ന് 1-ാം തീയതി അല്ലേ? രണ്ടുപേരും കൂടെ പോയേക്കണേ. പടച്ചോനെ കെണിഞ്ഞോ? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ഉണ്ടാവും. ഏതമ്പലത്തിലേക്കാ പോയത്? പാട്ടുപുരക്കിലേക്കാ. ഓഹോ. അവിടുന്ന് മുച്ചിലോട്ട് കാവിലേക്ക് പോകും. ഏ അത് കഴിഞ്ഞ് അയ്യപ്പൻ കോവിൽ പോകും. പിന്നെ നെല്ലികാവ് അമ്പലത്തിലേക്ക്. അല്ല അതും കൂടെ അല്ല ഇവിടെ ബാക്കിയുള്ളൂ. ഏരെ വിട്ടു പോവില്ല. എന്താ എത്ര അത്യാവശ്യം? അത്യാവശ്യം വന്നാൽ നീ നടത്തി തരുമോ? എന്തൊരു ചരക്ക്. അത്യാവശ്യമായിട്ട് ഒരാൾ അന്വേഷിച്ചു വന്നാൽ ഒരു 120 അമ്പലത്തിന്റെ ലിസ്റ്റാ. അല്ലതില്ല. തിരുമേനി കുർബാസും ടീച്ചർ ഇങ്ങോട്ട് വന്നോ? തൊഴുതു മടങ്ങിയല്ലോ. പടച്ചോനെ കുടുങ്ങിയോ? എവിടക്കാ പോയെന്നറിയോ? പാട്ടുപുരയ്ക്ക് നോക്കിയോ? ഇവിടെയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഭജന മടക്കി നോക്കിയോ? ഭജനമടോ? അങ്ങനെ ഉണ്ടോ അമ്പലം? അതെവിടെ? നാണിച്ചാക്കാരുടെ വീടിന്റെ പടിഞ്ഞാറ പറമ്പിനപ്പുറത്താ. ഓഹോ. ഈയിടെ പുനഃപ്രതിഷ്ഠിച്ചതാ. നീലകണ്ഠൻ ആ പ്രതിഷ്ഠ. ഇവർക്ക് എല്ലാവർക്കും കൂടി ഓരോ അമ്പലത്തിൽ ഇരുന്നൂടെ? എന്നാ നമ്മൾ ഇങ്ങനെ കയറി ചിറ്റണം. ഞാൻ ഉരുണ്ടു ഇവിടത്തെ കോൺക്രീറ്റ് വരെ തേഞ്ഞു. നീ എന്നോട് ദയ കാണിക്കില്ലേ? നിലവിളക്കിന്റെ അടുത്ത് എത്തിയ കുഞ്ഞലക്ഷ്മി. ഭഗവാനെ രക്ഷിക്കണേ. ഒരു കുഞ്ഞുകാലി കാണിച്ചു തരണേ. മാഷ് വിളിച്ചോ? ഞാനും കേട്ടു. നീ കേട്ടാ? ഞാൻ കേട്ടു. വിളിയാക്കണ ദൈവമാണെന്ന് തിരുമേനി പറഞ്ഞത് സത്യാണ്. മുട്ടപ്പൊടി നിന്നെ നിങ്ങൾ എന്ത് പണിയാന്ന് കാണിക്കുന്നേ? നിങ്ങളെ തരാത്തൊരു സ്ഥലം ബാക്കിയില്ല. തെരയാനെന്താ? ഞങ്ങളവിടെ കുഴിച്ചിട്ടിരിക്കുക. താൻ എന്ത് തെമ്മാടിത്തോടോ കാണിച്ചേ? ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. നമ്മളതിന് അഹിന്ദു മുസ്ലിം അല്ലേ? ഓ എടോ കഴുതി, അത് തന്നെ ഞാൻ പറയണേ. വേഗം പുറത്തിറങ്ങാൻ. എടോ പുറത്തിറങ്ങാൻ. ആരെങ്കിലും കണ്ടാ തന്നെ കൊന്നു കുഴിച്ചു മൂടും. നമ്മളെ കൊന്നിട്ടല്ല കുഴിച്ചു മൂടുക. നിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടാൻ അവിടെ ആള് റെഡി ആയിരിക്ക. ആര്? സ്കൂളിൽ ഡിയോ വന്നിട്ടുണ്ട് മാഷേ. എന്റെ ഈശ്വര. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളോ? ഏതാള്? കുഞ്ഞലക്ഷ്മി ടീച്ചർ എന്ന അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലും ആളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ഒന്ന് കറങ്ങി. പിന്നെ അന്തരം ഒരു കാര്യം ഏറ്റെടുത്താൽ എന്തടങ്ങാറുണ്ടെങ്കിലും അത് നടത്തും അറിയാലോ. വരി. അമ്മാവനാ? തന്റെ? ഞാൻ സരസ്വതിയുടെ അമ്മാവനാ. ഏത് സരസ്വതി? വേറൊന്നും തോന്നരുത്. അവളെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാമൂലുകളൊന്നും വേണ്ടെന്ന് കുഞ്ഞലക്ഷ്മി ടീച്ചർ പറഞ്ഞോണ്ടാ. സരസ്വതി, ഒരാളെ വേണമെന്ന് പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആട്ടെ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് എത്ര കാലായി? ഇതിനൊക്കെ എന്റെ ട്രെയിനിങ്. മാഷക്ക് സംഗതി പിടിയിട്ടില്ല എന്ന് തോന്നില്ലേ? ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. മാഷ് പറഞ്ഞിട്ട് ഒന്നും പറയണ്ട. ഇതൊക്കെ ദൈവനിശ്ചയാന്ന് കണക്കാക്കിയാ മതി. താൻ എന്തിനാ നീ മണവാളിനെ കൈമ കൊണ്ടുപോണത്? എന്റെ കൈമെന്ന് പറയാൻ ഇത് ഏതാ ഈ പാർട്ടി? എനിക്ക് മനസ്സിലായില്ല. മാഷക്ക് ആളിഷ്ടായോ? അയാൾ എന്തിനാ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന്? അയ്യേ ചി, അയാളല്ലാന്ന്. അയാളെ കൂടുതൽ പെണ്ണിന് ഇഷ്ടപ്പെട്ടോന്ന്.
ഇഷ്ടപ്പെട്ടാൽ എന്താ താൻ എനിക്ക് കെട്ടിച്ചു തരുമോ? തരൂ, കെട്ടിച്ചു തരൂന്ന്. ഒരച്ഛനാവാൻ പറ്റാത്തോണ്ടുള്ള മാഷ വിഷമം 4 മക്കളിൽ എനിക്ക് നന്നായിട്ട് അറിയാം മാഷെ. തനിക്ക് നല്ല വിഷമുണ്ട് അല്ലേ? പിന്നെ കരണില്ലാന്നുള്ളൂ. കരയിക്കും ഞാൻ. എടോ തന്റെ ബ്രോക്കർ പണിയൊക്കെ സ്കൂളിന്റെ പുറത്തെടുത്താ മതി. മക്കൾക്ക് അച്ഛനില്ലാത്തതിന്റെ വിഷമം തന്റെ കെട്ടിയോൾ അനുഭവിക്കും. അത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടില്ലത്? ഈറ്റുകൾ ഞാൻ എന്താ ചെയ്യണ്ടേ? കൊണ്ടുപോയി കുഴിച്ചു മൂടൂ. അപ്പൊ കുഞ്ഞുലക്ഷ്മി ടീച്ചറോട് ഞാൻ എന്ത് പറയും? വലിയ വികാരമൊന്നും താൻ കൊള്ളണ്ട. അവളുടെ ഭർത്താവ് ഞാനാണ്. അവളുടെ എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. ആലോചിച്ച് നിൽക്കാണ്ട് പോടെ മൂട്ടെ. ആങ്ങളമാർക്ക് പെണ്ണന്വേഷിക്കുന്ന പെങ്ങന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾക്ക് പെണ്ണന്വേഷിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് പെണ്ണന്വേഷിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങളെ ഭാഗ്യാന്ന് കൂട്ടിയാൽ മതി. ഇവിടെ ബാക്കിയുള്ളവർക്ക് രണ്ടാമതൊന്ന് കേട്ടാൽ കയ്യും കാലും പിടിച്ചിട്ട് സമ്മതിക്കില്ല. ആർക്കാ? ആർക്ക്? എനിക്ക് തന്നെ. ഒറ്റ ചവിട്ട് വെച്ചെന്നാണ്ടല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. തന്റെ അധിക പ്രസംഗം ഇവിടെ വേണ്ട. എന്ന് പറഞ്ഞ സരസ്വതിന്റെ അമ്മാവിന്റെ ഇടയിൽ ആരെയും ഞാനല്ലേ? തനിക്കിത് പോരാ. സ്കൂളിൽ വെച്ചായത് തന്റെ നല്ല കാല. എനിക്ക് 2-3 പ്രാവശ്യം ചൊറിഞ്ഞു വന്നതാ. എന്തിന്? 2 പൊട്ടിക്കാൻ. ഇവള് ജീവിച്ചിരിക്കുമ്പോ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നിടോ? എന്ന് വെച്ചാ കുഞ്ഞുലക്ഷ്മി ടീച്ചർ മരിക്കണം എന്നാ മാഷ് പറയുന്നത്? എന്റെ ഭഗവാനെ, അത് ശരി, ഇതാണല്ലേ ഉള്ളിലിരിപ്പ്. ഞാൻ ജീവിച്ചിരിക്കണോണ്ടാ കുഴപ്പമില്ലേ? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ അതീ പിടിച്ച് കേറി. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിക്കണോ ഇല്ലേ? ഞാൻ പറയണതൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. കുറെ കാലമായി ഞാനിത് കാണുന്നു. എന്നെ മാഷക്ക് ഒരു വിലയും ഇല്ല. നിനക്ക് തരാട്ടാ. സരസ്വതി പറഞ്ഞു വിട്ടത് ഞാനാ. അവളെ ആക്ഷേപിച്ച് വിട്ടത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യ. വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാനങ്ങ് മാറിത്തരാം. എന്റെ ഈശ്വര, ഇത് എന്തൊരു ശാപത്. ആ, ഞാൻ മാഷക്കൊരു ശാപ. ഞാൻ മരിക്കുന്നതോടെ എല്ലാ ശാപങ്ങളും. എന്നാ നീ പോയി മരിക്കി. ഞാൻ പോയി മരിക്കും. എടി മരിക്കാൻ. ഞാൻ മരിക്കും. എടി മരിക്കാൻ. ഇനി എന്നെ കാണില്ല. നീ പോയി മരിക്ക്. ആ, ചെല്ല്, എന്നാ ഞാനിപ്പോ ചെല്ല്. കാണിച്ചു തരാം. മാഷെ, നീയും മരിക്കടാ. എന്തിനാ? നീയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇയാൾ മാഷെ, അല്ലാ, സരസ്വ ടീച്ചറെ, കുഞ്ഞുലക്ഷ്മി ടീച്ചറെ, 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 കുരുമാനൊന്നും ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പഠിച്ചോനെ, ഇവിടെ ജനവാതിലും ഇല്ലല്ലോ. ടീച്ചറെ, വാതിൽ ഉറക്കിയത് ടീച്ചർ സ്റ്റൂൾ എടുത്ത് വെച്ച് കയറണം. എവിടെ? ദാ പുറകില് ജനലിൽ കൂടി കാണാം. ഇന്റെ അമ്മോ, ഇവിടെ വരും. മോന്തത്തിരിക്കും ഞാൻ. മാഷെ, ടീച്ചർ സ്റ്റൂൾ കയറി. അതിന് ഞാൻ എന്ത് വേണം? തലകുത്തി നിൽക്കണോ? തന്നെ കാര്യം പോടോ. മരം പോലത്തെ മനുഷ്യന്മാർ. ടീച്ചർ, അയ്യോ, അവിടെ ഒന്നും കാണിക്കില്ലേ? ടീച്ചറെ, അവിടെ ഒന്നും ഉണ്ടാക്കല്ലേ. നിങ്ങൾ പോയിട്ട് ആൾക്കാരെ വിളിച്ചോണ്ടാ കൊടുക്ക. നമ്മൾ സത്യം പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. അപ്പൊ ശരി, പോയിക്കോ. ടീച്ചറെ, ബുദ്ധിമുട്ടൊന്നും കാണിക്കരുതേ. മാഷേ, 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 ടീച്ചർ സാരി വെച്ചിട്ട് അത് ശരി. ഷർട്ടിൽ വിടി മാഷേ. അപ്പൊ ടീച്ചർ സാരി അയക്കുന്നത് കാണാനാ നീ ഇവിടെ കിടന്ന് ചിറ്റി തിരിയുന്നല്ലേ? ഇതല്ല, സാരി വെച്ച് ഫാനിൽ കുറുക്കിട്ട് കെട്ടി തൂങ്ങാൻ പോകും. എന്റെ ഈശ്വര, ഏത് മുറിയിലാ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഉള്ള അമ്മ ഇങ്ങനെ തന്നെയാ. ലക്ഷ്മി, ദേ, കുഞ്ഞുലക്ഷ്മി, എന്താ നീ ഈ കാണിക്കണേ? ഞാൻ എന്ത് തെറ്റാ? മാഷേ, നിങ്ങളിത് കാണുന്നില്ലേ? ഒറ്റ വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ, കാണാതിരിക്കാൻ ഞാൻ എന്താ കണ്ണുപൊട്ടന? എന്റെ പൊന്നു കുഞ്ഞുലക്ഷ്മി, നീ അപകടം ഒന്നും കാണിക്കില്ലേ? ദേ, എന്റെ കുഞ്ഞുലക്ഷ്മി, നീ സ്റ്റൂളുമേ ഇറങ്ങ്. കുഞ്ഞുലക്ഷ്മി, നീ സ്റ്റൂളുമേ ഇറങ്ങാൻ. എപ്പോഴാ മരിച്ചേ? ഒരാഴ്ച. ഇന്ന് വല്ലതും നോക്കിയിട്ട് പോകണം. ഒന്ന് പോയാലോ? ലക്ഷ്മി, മാഷ് പറയും പോലെ ചെയ്യും ടീച്ചറെ. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ പറയും പോലെ ചെയ്യാം. ആരെ വേണമെങ്കിലും കെട്ടാം, എത്ര വേണമെങ്കിലും കെട്ടാം. നെല്ലികാവിലെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യും. ടീച്ചർ പറയും പോലെ ചെയ്യും. കുഞ്ഞുലക്ഷ്മി, സ്കൂളിൽ ഇറങ്ങാൻ പറയും മാഷേ. പൊന്നു കുഞ്ഞുലക്ഷ്മി, ഒന്ന് സത്യം ചെയ്തു തുടങ്ങി. നെല്ലിക്കാവിൽ അമ്മയാണ്, ഈ നാട്ടുകാരാണ്. ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടാം. സത്യം, സത്യം.